പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified this evening. ദൈവസന്നിധിയിലായിരിക്കുന്ന ശ്രേഷ്ഠ കർത്തൃഭൃത്യന്മാർ, All the pastors, പ്രത്യേകിച്ച് എബനേസർ പെന്തക്കോസ്ത് ചർച്ച് ഗ്ലാസ്ഗോ ഒരുക്കുന്ന സുവിശേഷ മഹായോഗത്തിന്റെ സഭയുടെ ഇടയനായിരിക്കുന്ന ബാബു സക്കറിയ പാസ്റ്റർ, Pastor Babu Zakaria, who is leading the Ebenezer Pentecostal Church. 3 ദിവസത്തെ കൺവെൻഷന് മുഖ്യ പ്രാസംഗികനായി കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ സണ്ണി കുര്യൻ, Pastor Sunny Kurian, who is the chief guest of this meeting. വേദിയിൽ ഉപവിഷ്ടരായ മറ്റു കർത്തൃദാസന്മാരുണ്ട്. All the pastors, those who are in the dais. വിവിധ ഇടങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ഈ മഹായോഗം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാനും ഈ സഭയ്ക്ക് ഒരു കൈത്താങ്ങൽ കൊടുക്കുവാനും കടന്നു വന്ന പ്രിയ കർത്തൃദാസന്മാരുണ്ട്. All the pastors who have come from different parts of UK to bless this meeting. വിദൂര ഇടങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി കടന്നു വന്ന പ്രിയ ദൈവമക്കളുണ്ട്. All the believers who came from distant places. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ ടീം, The choir is singing beautiful songs. ഏവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. I give you greetings in the name of Lord Jesus Christ. മനോഹരമായ ഒരു രാത്രികാലം ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവം നമുക്ക് നൽകിയല്ലോ. And the Lord has given this evening to exalt our Lord Jesus Christ. പകല് കണ്ട് അനേകർ ഈ രാത്രി കാണാതെ കടന്നു പോയപ്പോൾ ജീവനുള്ള ദൈവത്തെ ആരോഗ്യത്തോടുകൂടെ ഉയർത്തുവാൻ ഒരു സാവകാശം തന്നതിനെ ഓർത്ത് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. When so many people left this world without getting the opportunity to praise God, the Lord has given us an opportunity to worship the Lord together. ഇങ്ങനെ ഒരു വേദിയിൽ യേശുവിനെ ഉയർത്തുക എന്നുള്ളത് എൻ്റെ മഹാസന്തോഷമാണ്. And it gives me a lot of joy to give my testimony here. പ്രത്യേകിച്ച് പ്രഗത്ഭരായ കർത്തൃദാസന്മാരുടെ മുമ്പിൽ എളിയ ദാസിയായി എനിക്കൊരു സാവകാശം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Especially I thank God for this wonderful opportunity to witness and testify the Lord in front of so many people, pastors. എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സമയം ഒട്ടും നഷ്ടപ്പെടുത്തി കളയാതെ ഇന്ന് രാത്രി യേശുവിനെ ഉയർത്തുവാൻ ഞാൻ അത് ഉപയോഗിക്കട്ടെ. Let me get to my testimony without losing any time. ഇന്ന് രാത്രി കാലത്തെ വചനചിന്തയ്ക്കായി നമുക്കൊരു വചനഭാഗം വായിക്കാം. For tonight's meditation, let's turn our Bible to a portion. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 33-ാം വാക്യം. Matthew chapter 6 and verse 33. Matthew 6 and 33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് കിട്ടും. But seek first his kingdom and his righteousness, and all these things will be given to you as well. ഈ ലോകത്തിൽ ഏത് നല്ല കാര്യം ചെയ്യുന്നതിനു മുമ്പ് നമുക്കൊരു കടപ്പാട് ദൈവത്തോടുണ്ട്. Before we get into any things in this world, we have a responsibility. അത് ശാരീരികമാകട്ടെ, Whether it may be physical, മാനസികമാകട്ടെ, mental, ആത്മീകമാകട്ടെ, spiritual, വിദ്യാഭ്യാസപരമാകട്ടെ, educational, ജോലി സംബന്ധമാകട്ടെ, vocational. ഏത് കാര്യത്തെക്കാളും നമുക്ക് മുൻ കടപ്പാടുള്ളത് നമ്മുടെ സ്വർഗ്ഗത്തോട് മാത്രമാണ്. Whatever we are doing in this world, and we are responsible and we are indebted to our Lord. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, Tonight, those who are listening to me, നാം ചോദിക്കും മറ്റു കടപ്പാടുകളൊന്നും നാം ചെയ്തു തീർക്കണ്ടേ? and shouldn't we do other responsibilities in this world? ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് ഇപ്രകാരം പറഞ്ഞു. Once the person came to Jesus and he asked like this. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 61-62 ഭാഗം അത് ഇപ്രകാരം സൂചിപ്പിക്കുന്നു. And Luke chapter 9 verses 61 and 62 says like this. കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, And I will follow you. പക്ഷേ എന്റെ വീട്ടുകാരോട് അനുവാദം ചോദിക്കാൻ നീ എന്നെ വിടണം. But before I follow you, I would like to go and get permission from my family. യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു. And Jesus told him, ഈ കലപ്പയ്ക്ക് കൈവച്ചേച്ച് after putting your hand to the yoke, പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും and those who are turning back, ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. they are not fit for the kingdom of God. എന്നെ ചിന്തിപ്പിച്ച ഒരു വലിയ കാര്യമുണ്ട്. And one thing that really struck me is this. വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങി വന്നിട്ട് 9 വർഷക്കാലമായി. And I have come to this faith for the last 9 years. ഈ വചനം എന്നെ ആഴത്തിൽ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി. And this particular verse made me think a lot. ഞാൻ ചോദിച്ചു, കർത്താവേ, ആരും നിന്നെ അനുഗമിക്കാതിരിക്കുമ്പോൾ സന്തോഷത്തോടെ ഒരുവൻ വന്ന് പറഞ്ഞതല്ലേ നിന്നെ അനുഗമിക്കാമെന്ന്? Probably nobody was following you, and this young man came to you with a lot of pleasure to follow you. നീ എന്തിനാ അവനെ നിരുത്സാഹപ്പെടുത്തി വിട്ടേ? Why did you discourage him? കർത്താവിന്റെ ജീവിതവും കർത്താവിന്റെ വിളി എന്ന് പറയുന്നത് വലിയതാ.
And the call of Jesus in our life is something great. അവന്റെ വിളി ലഭിച്ചവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And I want to worship the Lord for those who have received this call from the Lord. കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങിയവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. And I want to thank God for those who responded to the call of God. കർത്താവിന് വേണമെങ്കിൽ വീട്ടിൽ അനുവാദം ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കാമായിരുന്നു. And probably Jesus could have sent them away without allowing them to follow him. ഒരിക്കലും അവന്റെ കടപ്പാടുകളെ ദൈവം നിരുത്സാഹപ്പെടുത്തുകയല്ല. He is not discouraging all the responsibility that he has in his life. നാം കടപ്പാടുകൾ ചെയ്യുന്നതിനേക്കാൾ സ്വർഗ്ഗം ചെയ്യുന്നത് അതിന്റെ നല്ലതെന്ന് പറയുന്നത്. And more than we do our responsibilities, the Lord is working for us. ഞാൻ കർത്താവിനെ വിളിച്ചു, കർത്താവേ എല്ലാവരും സുവിശേഷവുമായി അങ്ങ് ഇറങ്ങിയാൽ മതിയോ? And I asked the Lord once, should everyone get into the ministry and go about with the gospel? വീട്ടിലെ എന്തെല്ലാം കാര്യങ്ങൾ മക്കളായി ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. And as children in our home, there is plenty of responsibilities. അപ്പനോടുള്ള കടപ്പാടുണ്ട്. And there is the responsibility also of parents. അമ്മയോടുള്ള കടപ്പാടുണ്ട്. To our mother. സിസ്റ്റേഴ്സിനോടുള്ള കടപ്പാടുകളുണ്ട്. To the sisters. കുടുംബത്തിലെ മറ്റുള്ളവരോടുള്ള കടപ്പാടുകളുണ്ട്. And several other people in our family. ഞങ്ങൾ ഇറങ്ങി വന്നാൽ ആരിതൊക്കെ ചെയ്യും? And if I am going out for the ministry, who is going to fulfill that? കർത്താവിനോട് ഇപ്രകാരം സംസാരിച്ചു. And when I asked this question, the Lord told നിന്റെ me, കഴിവ് ഉപയോഗിച്ചും and using your ability, നിന്റെ അറിവ് ഉപയോഗിച്ചും with your knowledge, നിന്റെ പണം ഉപയോഗിച്ചും with your money, നിന്റെ സൗന്ദര്യം ഉപയോഗിച്ചും with your beauty, നീ കാട്ടിക്കൂട്ടുന്ന എല്ലാ കടപ്പാടുകളും all your responsibility that you are trying to do, വരച്ച വര പോലെയാവുകയുള്ളൂ. and it is just like a mystery. പക്ഷെ മുമ്പേ എനിക്ക് വേണ്ടി നീ ഇറങ്ങാൻ തയ്യാറായാൽ, And if you are about to come out for me, എനിക്ക് വേണ്ടി നീ ചുമട് വെക്കാൻ തയ്യാറായാൽ, and if you are about to take my burden on നീ you, ചെയ്യുന്നതിനേക്കാൾ നന്നായി and even better than what you are നിന്റെ doing, കടപ്പാടുകൾ സകലതും ഞാൻ ചെയ്തു തീർക്കാം. I will be able to fulfill all the responsibilities. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? Tonight, how many of you are happy? നാം ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ കടപ്പാടുകൾ ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ അടുക്കല ഇന്ന് രാത്രി നമ്മൾ വന്നിരിക്കുന്നത്. Tonight we have come to a Lord who is able to fulfill all the responsibilities much better than we will be able to do. നാം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പോകും. We will be trying to fulfill all the responsibilities the Lord has given to ദൈവകാര്യങ്ങൾ us. മാത്രം നമ്മൾ ബാക്കി വെക്കുവാനായിട്ട് ഇടയാകും. And we may not be going doing the responsibility the Lord is giving to us. പിന്നെ പ്രാർത്ഥിക്കാം. And I will be praying later. പിന്നെ ദൈവവേല ചെയ്യാം. I will do the ministry later. പിന്നെ കർത്താവിന് വേണ്ടി ഓടാം. And I will be running for the Lord later. സമയം ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് പോകാം. And if I have time, I will go for സമയം worship. ഉണ്ടെങ്കിൽ സുവിശേഷ വേല ചെയ്യാം. And if I have time, I will go for ministry. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയുന്നു, Tonight, let me tell you, സമയം ഉണ്ടെങ്കിലല്ല, only if we have time, സമയം ഉണ്ടാക്കി കർത്താവിന് വേണ്ടി ഇറങ്ങണം. and we have to find time and do the മുമ്പേ ministry, അവന് വേണ്ടി ചുമൽ കൊടുക്കണം. and we have to primarily go for his kingdom. നല്ല ആരോഗ്യവും ചുറുചുറുപ്പും ഉള്ളപ്പോൾ കർത്താവിന് വേണ്ടി ഓടണം. When we have enough strength, we have to run for the Lord. ഇന്ന് രാത്രി അങ്ങനെ ഒരു മനോഭാവമുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. And I want to worship the Lord for those who have such kind of attitude. എന്റെ യൗവന പ്രായത്തിൽ കർത്താവിനെ വേർതിരിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. And I want to thank God for calling me when I was young. ഇവിടെ കർത്താവിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. And the word of the Lord is reminding us again. മുമ്പേ, At first, എല്ലാത്തിനും മുൻപേ, before anything else, കാര്യമെല്ലാം നേടിയിട്ടല്ല, after doing everything, നേടുന്നതിനു മുൻപേ and before doing anything, നമുക്ക് കടപ്പാടുള്ളത് സ്വർഗ്ഗത്തോടാ. and we have the responsibility towards God. സ്വർഗ്ഗത്തോട് ചെയ്തിട്ട് വേണം ബാക്കിയൊക്കെ ചെയ്യാൻ പോകാൻ. And only after doing that responsibility for the സ്വർഗ്ഗത്തോട് kingdom, കടപ്പാട് നിറവേറ്റാൻ പോയാൽ and if we are doing other responsibilities, ബാക്കിയൊക്കെ ദൈവം ചെയ്തോളും. and the Lord will be doing the responsibility, ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും. and the Lord will take care of it, ബാക്കിയൊക്കെ ദൈവം പരിഹാരം വരുത്തിക്കോളും. and He will find solution for ഇന്ന് all your രാത്രി അത് problems. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ And സ്തുതിക്കുന്നു. tonight, those who understand this, I would like to praise God. കർത്താവിന്റെ വചനം പറയുന്നു, The word of God says like അവന്റെ this, രാജ്യം നിങ്ങൾ അന്വേഷിക്കണം. and you have to seek His kingdom. ഈ ലോകത്തിൽ അനേക രാജ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. We can see a lot of kingdoms in this world, ഇന്ത്യക്കാരന്റെ രാജ്യം, and there are India for Indians, അറബിയുടെ രാജ്യം, and Arabia for Arabs, വെള്ളക്കാരന്റെ രാജ്യം, and for the white people, the United Kingdom, കമ്മ്യൂണിസ്റ്റുകാരന്റെ രാജ്യം. and for the communist people, the communist countries. എന്നാൽ ഭൂപടം എടുത്തു നോക്കിയാൽ If you look into the map of the world, the kingdom of God എന്നൊരു രാജ്യം നമുക്ക് കാണുവാൻ കഴിയുകയില്ല. in the map you will not find a place called the kingdom of God. എന്റെ കർത്താവ് എഴുതാൻ മറന്നുപോയതല്ല, It is not that the Lord forgot to add that. ദൈവരാജ്യത്തിന് അതിരുകളോ അറുതികളോ നിശ്ചയിക്കുവാൻ ഉലകത്തിൽ ഒരുത്തനും കഴിയത്തില്ല.
No one can decide the boundary for the kingdom of God. കർത്താവ് സ്ഥാപിക്കുന്ന രാജ്യത്തിന് അത് ഇത്രേ ആകാവൂ എന്ന് പറയുവാൻ ഒരുത്തനും കഴിയത്തില്ല. And there's no one in the world who will be able to determine the boundaries of the kingdom of God. ഇന്ന് രാത്രി അതിരുകളോ അറുതികളോ വെക്കാതെ അവന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ദൈവം നമ്മെ വിളിച്ചു പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. And the Lord has called us to go for the ministry without any boundary. ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ വന്ന പരീശന്മാർ ഇപ്രകാരം ചോദിച്ചു. Once the Pharisees came to Jesus and asked him this. ദൈവരാജ്യം എപ്പോഴാ വരുന്നത്? And when is the kingdom of God going to appear? കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു. Jesus told him like this. അതാ അവിടെയെന്നോ And you may find it here. ഇതാ ഇവിടെയെന്നോ പറയുകയില്ല. They are not going to say it is here or there. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാ. And the kingdom of God is in midst of you. തമിഴ് പരിഭാഷ പറയുന്നു. And the Tamil translation like this. കർത്തരുടെ രാജ്യം ഉങ്ങൾക്കുള്ളിലിരിപ്പதாக. ദൈവരാജ്യം നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. And it is within you. മാത്രമല്ല ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. And the word of God says like this. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും And you are the temple of the Holy Ghost. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും And the Spirit of the Lord is within you. നിങ്ങൾ അറിയുന്നില്ലയോ? And don't you know that? ഇന്ന് രാത്രി അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. And I want to praise God for those who know this truth. Hallelujah. Hallelujah. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാമോ? Let's all worship the Lord together. ഈ ലോകത്ത് വലിയ മണിമാലികൾ നമുക്ക് കാണുവാൻ കഴിയും. And we will be able to see a lot of things in this world. വലിയ പള്ളികൾ നമുക്ക് കാണുവാൻ We'll be കഴിയും. able to see big churches, വലിയ കൊട്ടാരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. palaces. വെള്ളി കൊണ്ടും പൊന്നു കൊണ്ടും നിർമ്മിച്ച ദേവാലയങ്ങൾ കാണുവാൻ We'll കഴിയും. be able to see the buildings made with gold and silver. പക്ഷേ എന്റെ കർത്താവ് അവിടെയെങ്ങും വസിക്കാൻ വന്നവനല്ല. And the Lord is not going to abide in all these places. അപ്പോസ്തല പ്രവൃത്തി 17:24 പറയുന്നു. When we look into Acts chapter 17 and 24, ലോകവും അതിലുള്ളതും മുഴുവൻ ഉണ്ടാക്കിയ ദൈവം and the Lord who created everything in this world, സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് and the Lord of the heaven and the earth, അവൻ കൈപ്പണിയായ ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല. He do not live in a temple which is made by human hands. മനുഷ്യനുണ്ടാക്കുന്ന ഒന്നിനകത്ത് വസിക്കാനല്ല ദൈവം വന്നത്. The Lord did not come to live in a place where the human beings created. സക്രാരിക്കകത്ത് ദൈവം വസിക്കത്തില്ല. And God is not going to abide in a temple. പൊന്നുകൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ അതിനകത്ത് ദൈവം വസിക്കത്തില്ല. He is not going to live in a place which is made with gold. ഈ ദൈവമക്കൾ ഉണ്ടാക്കുന്ന 1 കോടിയുടെ ദേവാലയത്തിൽ ദൈവം വസിക്കത്തില്ല. And the Lord is not going to abide in a temple which is very expensive. വചനം പറയുന്നു The Lord, the word of God ദൈവം says, വസിക്കുന്നത് നിങ്ങളിലാ. the Lord is abiding within you. ദൈവം വസിക്കുന്നത് നമ്മുടെ അകത്താ. He is abiding within you. ആ ദൈവരാജ്യം നമ്മുടെ അകത്തില്ലെങ്കിൽ If the word of God is not within you, എവിടെ പോയാലും ദൈവമില്ല. wherever you go, you will not find God. ഇന്ന് രാത്രി ദൈവരാജ്യം അകത്തുള്ളവരായി ഇവിടെ ഇരിക്കുന്നത്. And here the people of God are with the kingdom of God within you. ഒരിക്കൽ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായ നിക്കോദിമോസ് Once Nicodemus came to Jesus, യേശുവിന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം ചോദിച്ചു. he began to question Jesus like this. നിത്യരാജ്യം അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? What should I do to achieve eternal life? യേശുവോട് പറഞ്ഞു, മോനെ നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു. And he said, you have to born again. അവനത് കേട്ട് ആശ്ചര്യപ്പെടുവാനായിട്ടിടയായി. And he was surprised. ഇത് സാധ്യമാണോ എന്ന് അവൻ ചോദിച്ചു. And he began to ask Jesus, how is it possible? എനിക്ക് പ്രായമൊക്കെ ഇത്ര ആയില്ലേ? And I am an adult. ഇനി അമ്മയുടെ ഉദരത്തിൽ എനിക്ക് കിടക്കാൻ കഴിയുമോ? Is it possible to get into the womb of my mother? ആശ്ചര്യം ഇന്ന് മാത്രമല്ല പണ്ടേ ഉണ്ടായിരുന്നു. And this kind of surprise is not only today, but it has been for ages. കർത്താവ് അവനോട് പറഞ്ഞു, Jesus told him, കഴിയാത്തതൊന്നും നീ ചെയ്യണ്ട. and you should not do something that is impossible with you. മുമ്പിൽ കഴിയുന്ന ഒരു കാര്യമുണ്ട്. And there is something is possible with you. വെള്ളത്താലും ആത്മാവിനാലും Unless you are born by the water and the Spirit. വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ If you are not born again by the water and the Spirit, ദൈവരാജ്യത്തിൽ കടപ്പാൻ നിനക്ക് കഴിയത്തില്ല. you will not be able to enter the kingdom of God. ഇന്ന് രാത്രി ആത്മാവിൽ ജനിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. And I want to worship the Lord for those who are born again by the Spirit and ഒരു water. രണ്ടാം ജനനം പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And those who are born again, I would like to worship the Lord. ഞാൻ എന്റെ ജീവിതത്തില് ഒരു 8 വർഷക്കാലം കന്യാസിയായി ജീവിച്ച ആളാ. And for 8 years, I was a nun in a Catholic church. കാതലിക് സഭയില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നേർന്നു പോയ ഒരാളാ. And I was dedicated my life to be a part of the Catholic church. ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പോകുന്ന പാതയായി ഏറ്റവും നല്ലതെന്നും സത്യമെന്നും. I always thought that the path I have chosen is the right one. എന്നാൽ ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെടുവാനിടയായി. And the word of God began to speak to me. ഞാൻ ഇപ്രകാരം ചിന്തിച്ചു. I began to think like this. രക്ഷയും സ്നാനവും ഒക്കെ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർക്ക്
അവർക്കുള്ളതാ. And the born again experience and water baptism is for Pentecostals. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച എനിക്ക് രക്ഷയുടെ ആവശ്യമില്ല. And if I am born into a Christian family, that is not necessary for me. ചെറുപ്പത്തില് മാമോദീസ ഏൽക്കുന്ന ഞങ്ങൾക്ക് ഈ സ്നാനത്തിന്റെ ആവശ്യമില്ല. And once I received the baptism when I was a child, there is no need of a second baptism. അതൊക്കെ ജാതികൾക്ക് പറഞ്ഞേക്കുന്നതാ. That is probably for the people those who are outside the Christian world. എടാ ഞാനും ഈ ജാതിയുടെ കൂട്ടത്തിൽപ്പെട്ടാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. And I was not aware that I am also a Gentile. എന്നാൽ കാലാകാലികൾ നിങ്ങളെ വേർതിരിച്ചതുപോലെ ദൈവം എന്നെയും പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി. Just like the Lord has separated you, God has given me an opportunity to be separated കർത്താവ് for എന്നെ Him. പഠിപ്പിച്ചു ദൈവസഭയുടെ ഉപദേശമല്ല രണ്ടാം ജനനം, ക്രിസ്തുവിന്റെ ഉപദേശമാണ്. It is not the teaching of the church, but it is the teaching of the Lord Jesus Christ. വീണ്ടും ജനിക്കാത്തിടത്തോളം കാലം ദൈവരാജ്യത്തിൽ അംഗമാകുവാൻ കഴിയുകയില്ല. Unless you are born again, you cannot be part of the kingdom of God. ഒരു പുതിയ സൃഷ്ടി ആകാത്തിടത്തോളം കാലം നിത്യത സ്വന്തമാക്കുവാൻ കഴിയത്തില്ല. Unless you are a new creation, you will not be able to receive the eternal life. ഈ ദൈവവചനം അന്വേഷിക്കുവാൻ അവൻ എനിക്ക് ഭാഗ്യം നൽകി. And the Lord has given me the opportunity to seek the word of God. ദൈവരാജ്യത്തിന്റെ പുറത്തു കിടന്ന എന്നെ ഈ ദൈവവചനം അകച്ചു കൊണ്ടുവരുവാൻ ഇടയായി. And though I was outside the word of God, the Lord has brought me into His kingdom. ക്രിസ്തുവിന്റെ അകത്തു ജനിക്കുവാൻ ഇടയായി. And the Lord was born within me. ഇന്ന് രാത്രി എനിക്ക് വ്യക്തമായി പറയുവാൻ കഴിയും. And tonight I will be able to say very clearly. ഇന്ന് രാത്രി ഞാൻ മരിച്ചാലും Tonight if I am dying, അവനോടൊപ്പം പരദീസയിലിരിക്കും. and I will be with Him in heaven. ആ ഉറപ്പ് എനിക്ക് നൽകിയത് And that confidence is given to me ഈ ദൈവത്തിന്റെ വചനമാ. because of the word of God. റോമാലേഖനം 10:9 പറയുന്നു, Romans 10:9 says like this. യേശുവിനെ കർത്താവെന്ന് And when you confess with your mouth, വായ് കൊണ്ട് ഏറ്റുപറയുകയും confess with your mouth, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. if you believe in your heart that the Lord has raised Him from the dead, you will be born again. ആ മഹാഭാഗ്യം എന്റെ ജീവിതത്തിൽ ദൈവം തന്നു. And the Lord has given me this great opportunity in my life. രക്ഷയുടെ അനുഭവത്തിൽ ഇറങ്ങാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, Anybody is listening to me, those who do not have this experience, പാരമ്പര്യം നിങ്ങളെ രക്ഷിക്കത്തില്ല. and the tradition is not going to save നാം you. ചെയ്യുന്ന 7 കൂദാശകൾക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. And the church, the function is not going to save you. നാം ചെയ്യുന്ന കർമ്മ ആചാരങ്ങൾക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. And the rituals are not going to save you. ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ അത് നിന്നെ രക്ഷിക്കും, ഉറപ്പാ. If you're willing to obey the word of God, the Lord is going to save you. മുമ്പേ അവന്റെ രാജ്യം നിങ്ങൾ അന്വേഷിക്കുന്നവരാകണം. Seek first His kingdom. ക്രിസ്തുവിന്റെ രാജ്യത്തിലെ മക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. I want to praise the Lord for the kingdom, the people, those who are in the kingdom of God. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. And I want to worship the Lord for the grace that He has given to us. ദൈവരാജ്യത്തിലെ കുറിച്ച് കർത്താവിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. And the word of God reminds again about the kingdom of God. മുമ്പേ അവന്റെ രാജ്യം മാത്രമല്ല, Not only seeking His kingdom first, നീതി കൂടി നിങ്ങൾ അന്വേഷിക്കാൻ you have to തയ്യാറാകണം. seek His righteousness. അതുകൊണ്ടാണ് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ And when we go to Romans 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ chapter 3, അവിടെ ഇപ്രകാരം വായിക്കുന്നു, 10-ാം വാക്യം, verse 10. ഓക്കെ. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനുമില്ല. There is no one who is righteous, not even one. There is no one who understands. There is no one who seeks God. പ്രൈസ് ദി ലോർഡ്. നീതിമാനായി ഒരുത്തനും ഈ ഉലകത്തിൽ ജനിക്കുന്നില്ല. And nobody is born into this world who is righteous. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. And I am born by birth. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ആഗ്രഹിക്കുന്നത്. And you are not expecting the truth of the inside. നീതിമാനായി ഒരുത്തനും ജനിക്കാതിരിക്കെ, While nobody is born to this world as a righteous person, ഒരുത്തർക്കും ജനിക്കാൻ കഴിയാതെ ഇരിക്കെ, when no one can be born into the world as a righteous person, പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, Paul is saying like this. ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് ഞാൻ അനിന്യനാ. And I am a righteous person according to the law. ഒരു കുറ്റവും എന്നെ കുറിച്ച് പറയുവാനില്ല. And there is nothing, no fault within me. എന്നാൽ റോമാലേഖനം 3:24 പറയുന്നു, When it comes to Romans chapter 3 and verse 24, അവന്റെ കൃപയാൽ by His grace ക്രിസ്തയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം and by the grace of God, സൗജന്യമായത്രേ നമ്മൾ നീതീകരിക്കപ്പെട്ടത്. and we are justified freely by His grace. പണം കൊടുത്ത് രക്ഷ വാങ്ങിക്കാൻ ദൈവം ഇടയാക്കാത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to praise God that I am
receiving the grace by giving money. ഇന്ന് രക്ഷ നേടാൻ ജനം ഓടിക്കൊണ്ടിരിക്കുകയാ. And the people are running for salvation. അവർ മല കയറിക്കൊണ്ടിരിക്കുകയാ. They're climbing mountains. അവർ തീർത്ഥാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാ. They're going for a lot of pilgrimage. അവർ ചരടുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാ. And they're doing a lot of rituals. അവർ കോടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാ. They're spending a lot of money. അതിന്റെ നടുവില് And in the midst of that, സൗജന്യമായ ഒരു രക്ഷ and there is a free gift of എന്റെ God. സ്വർഗം നമുക്ക് തന്നതിനെ ഓർത്ത് And the Lord is giving to us ഇന്ന് freely. രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? How many of you can praise God this tonight? ഞാൻ ദൈവസഭയിൽ വന്നിട്ടാ നീതിമാനും വിശുദ്ധനും ഒക്കെ കേൾക്കുവാനായിട്ട് ഇടയാകുന്നത്. Only after I became the part of God's family, I began to hear these words like righteous and the saved one and everything. ഞങ്ങളുടെ സഭയിൽ വിശുദ്ധന്മാരെ പറയും. And in the Catholic Church there are saints. പക്ഷെ ജീവനോടിരിക്കുന്ന ഒരാൾക്ക് വിശുദ്ധനാകാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല. And in the Catholic Church, a person who is alive cannot become a saint. ഞങ്ങളിൽ ഒരാൾ മരിക്കണം. And one of us have to die. മരിച്ചു വർഷങ്ങൾക്ക് ശേഷം പോപ്പാണ് ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. And several years later, after the death, the Pope will decide whether a person can become a saint or not. ഞങ്ങൾ സന്യാസത്തിൽ പോകുന്നത് ആഗ്രഹത്തോടു കൂടെയാ. And the hermits go in that direction to become a saint. ഇന്നല്ല നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ And if I am dying today or tomorrow, മറിയെ പോലെയും അൽഫോൻസാമയെ പോലെയും കൊച്ചു ത്രേസ്യയെ പോലെയും ഒരു രൂപക്കൂട്ടിൽ ഇരിക്കാലോ വിശുദ്ധിയായിട്ട്. and I will be able to sit like Alfonsa, Mother Alfonsa, or Kochu Theresia, or one of the saints. I will be venerated by the church. മരിച്ച ശേഷം മാത്രമേ ഞങ്ങൾ ഒരു വിശുദ്ധ പദവി ചിന്തിച്ചിരുന്നുള്ളൂ. And only after the death we'll be able to become a saint. എന്നാൽ കർത്താവിനെ ദൈവസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ When I became the part of the church, അവിടെ അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും സംബോധന ചെയ്യുന്ന വിശുദ്ധന്മാരെന്ന and all those who are in the church are greeted as saints. വചനം തന്നെ എഴുതിയിരിക്കുന്ന കൊരിന്ത്യയിലെ വിശുദ്ധന്മാർക്ക് എഴുതിയിരിക്കുന്നത്. And the people in the Corinth is written as saints. എനിക്ക് ഒന്ന് മനസ്സിലായി, മരിച്ച ശേഷം അല്ല വിശുദ്ധനാകുന്നത്. I understood that the people are not becoming saint after the death. എന്റെ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട And when you're washed by the blood of Jesus, ഞാനും നിങ്ങളും and you and me, നീതിമാൻ അല്ലെങ്കിൽ വിശുദ്ധനാണ്. and we are righteous and saints. ഇന്ന് രാത്രി കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And tonight all those who are bought by the blood of the Lamb, ജീവിക്കുന്നവരുടെ നടുവിൽ ഒരു ജീവിക്കുന്ന വിശുദ്ധയായി നിൽക്കുവാൻ സ്വർഗ്ഗം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. and I want to just praise God for the privilege that the Lord has given to us. While we are alive, we can be a saint. നീതീകരണം ലഭിച്ച വ്യക്തികൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. And the people, those who are righteous, cannot keep ദൈവം quiet. തൊട്ടവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. And those who are touched by the Lord cannot keep ദൈവം quiet. പിടിച്ചിറക്കിയവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. And those who are brought out by the Lord, ദൈവരാജ്യത്തിനകത്തുള്ളവൻ ഉറങ്ങാൻ കഴിയത്തില്ല. and those who have the kingdom of God within you, ദൈവരാജ്യത്തിന്റെ സന്തോഷം and those who experience the joy of the kingdom cannot keep ഇവിടെ quiet. അപ്പസ്തോലന്മാർ ചെയ്ത കാഴ്ച നമുക്ക് കാണണ്ടേ. And just like the apostles of God, അപ്പസ്തോല പ്രവൃത്തി അതിന്റെ 8-ാം അധ്യായം Acts chapter 8, അതിന്റെ 4 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? let's read from verse 4. Yes. Yes. Praise the Lord. Hallelujah. Amen. ദൈവത്തിന്റെ വചനം വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. And the word of God very clearly says that ചിതറിപ്പോയവർ മിണ്ടാതെ എവിടെങ്കിലും ഇരുന്നല്ല. those who have been scattered were preaching the word of God. പ്രശ്നങ്ങൾ ഉണ്ടായവർ ഒതുങ്ങിപ്പോയെന്നല്ല. And those who faced persecution were hiding somewhere. ചിതറിപ്പോയവരുടെ വായ അടഞ്ഞു പോയെന്നല്ല. And those who were scattered shut their mouth. പ്രതികൂലങ്ങളുടെ നടുവിലും അവർ യേശുവിനെ ഉയർത്തിയെന്ന്. Even in the midst of the problems and trials, they were lifting the name of the Lord. പ്രതിസന്ധിയുടെ നടുവിലും അവർ യേശുവിനെ ഉയർത്തിയെന്ന്. In the midst of the trouble, they were lifting the name of the Lord. ശമരിയ പട്ടണത്തിൽ ചെന്ന് അവർ ക്രിസ്തുവിനെ ഉയർത്തുവാനിടയായി. And Philip went to Samaria and he began to preach about Jesus. ഇന്ന് രാത്രി സുവിശേഷ മഹായോഗത്തിന്റെ തീം തന്നെ ക്രൂശിതനെ ഉയർത്തുക എന്നുള്ളതാ. And the very theme of this meeting is to lift the Jesus who is crucified. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, Let me say very clearly to you,
നാം ദൈവരാജ്യത്തെ ഉയർത്തുന്നവരായി തീരണം. And we should become people those who lift നാം the kingdom of God. ക്രിസ്തുവിനെ ഉയർത്തുന്നവരായി തീരണം. We should become a people who lift in the name of നമ്മൾ ഒരു Jesus. സംഘടനയുടെയും ആളല്ല. And we are not part of any organization. നമ്മൾ ഈ ദേശത്തിന്റെ ആൾക്കാരല്ല. We are not the part of this world. നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാ. And our citizenship is in heaven. നമുക്ക് ആയുസ്സുള്ളത് യേശുവിനെ ഉയർത്താനാ. And we are given this privilege to lift the name of the ഞാൻ Lord. യേശുവിനെ സഭ ഉയർത്തുമ്പോൾ And when we are lifting the name of the Lord, അവിടെ രോഗികൾ സൗഖ്യമാകും. and the people will be healed, അവിടെ ഭൂതങ്ങൾ വിട്ടുപോകും. or there will be demon process will be അവിടെ healed, പക്ഷപാതക്കാരൻ ചാടി എഴുന്നേൽക്കുമെന്ന്. and the paralyzed people will jump up. അതുകൊണ്ട് ആരാധനയിൽ നമ്മൾ പാടിയത് And as we were singing in the worship, ഉടേരിൽ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ. ഉടേരിൽ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ, മൂടണ്ടുള്ളവർ കുതിച്ചുയരും ഹല്ലേലൂയ. ഊമരെല്ലാം സ്തുതി മുഴക്കും, മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. Praise the Lord. Hallelujah. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നു, യേശുവിനെ ഉയർത്തുന്നിടത്ത് അത്ഭുതം നടക്കും. And wherever the name of the Lord is exalted, there will be miracles taking ഒരു place. കരവും വെക്കാൻ പോണ്ട, ഒരു പ്രവചനവും പറയണ്ട. യേശുവിന്റെ നാമത്തിലാണ് വിടുതൽ സംഭവിക്കുന്നത്. There is no need of prophecy or anything, but if you lift, just simply lift the name of the Lord, there will be miracles ഇന്ന് taking രാത്രി place. വചനം കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് വിടുതൽ സംഭവിക്കും. And as you are listening to God's word, that is going to happen to you. ദൈവമക്കൾ ഒന്ന് കിട്ടിയാലും വിശ്വസിക്കുന്നവരല്ല. And there are people, those who do not even believe if you ഞങ്ങൾക്ക് receive. മനോഹരമായ ഒരു വേല തെങ്കാശിയുടെ നടുവിലുണ്ട്. And in Tengashi, we have a beautiful work of the Lord going on. പന്തളത്തിന്റെ നടുവിലും ഒരു ദൈവവേല ഞങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നുണ്ട്. And in Pandalam also we have a ministry. അതിനകത്ത് 100 പ്രാവശ്യം ദൈവം സൗഖ്യമാക്കാന്ന് പറഞ്ഞാൽ എല്ലാരും കൈകെട്ടിയിരിക്കും. And even if we are saying that the Lord is going to heal you, the people will sit quietly. തെങ്കാശിയ മക്കളുടെ നടുവിൽ ചെന്ന് വെച്ചിട്ട് And if we go to Tengashi, the things are different. കർത്തരുകളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ And if they say that Jesus is going to heal you, ഇടത്ത് നോക്കാതെ വലത് നോക്കാതെ ചാടി എഴുന്നേക്കും. and they will just jump on their feet. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? How many of you do you understand? ഹല്ലേലൂയ. നമ്മൾ ഇടത്തും വലത് നോക്കിയിരിക്കും. And we are just waiting for something to അവർ happen. ആരാധിക്കുന്ന ഇവർ ആരാധിക്കുന്നോ? And we'll be looking around and how others are അവർക്ക് worshiping. വല്ലതും കിട്ടിയോ? നിനക്ക് വല്ലതും കിട്ടിയോ? Did you receive something or others have received something? ആ പറയുന്നത് നീ ഒന്നും പ്രാപിക്കത്തില്ല. And if you are doing that, you are not going to receive anything. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതങ്ങളെ, Dear friends, യേശു സ്നേഹമാ. God is love. യേശു സൗഖ്യദായകനാ. Jesus is a giver അവന്റെ of. നാമത്തിങ്കൽ നടക്കാത്ത ഒരു There കാര്യവുമില്ല. is nothing that is impossible for him. നീ കണ്ടിട്ടല്ല വിശ്വസിക്കേണ്ടത്. And you are not going to believe by seeing വിശ്വാസം something. എന്നത് കാണപ്പെടാത്തതാ. And the faith eyes cannot see anything. കണ്ടിട്ട് വിശ്വസിക്കുന്നതല്ല വിശ്വാസം. And the faith is not believing by seeing something. യേശുവിന്റെ നാമത്തിങ്കൽ സകലതും നടക്കും. And by the name of the Lord, everything is possible. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. The word of God reminds us again. കൊളോസ്യ ലേഖനം ഇപ്രകാരം പറയുന്നു, In the epistle of Colossians, it നമ്മെ says like this. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് And I have brought you out of darkness. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്. And I have kept you in the kingdom of my son. എവിടുന്നാ വിടുവിച്ചേ? And from where he has brought ഇരുട്ടിന്റെ us, അധികാരത്തിൽ നിന്ന് from the authority of the ആക്കി darkness. വെച്ചത് എവിടാ? പുത്രന്റെ രാജ്യത്തിലാക്കി And he വെച്ചിരിക്കുകയാണ്. has put into the kingdom of the son. പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച് എന്തിനാണെന്നറിയാമോ? And why you are brought into the kingdom of his son? തെക്കോട്ടും വടക്കോട്ടും നോക്കി നടക്കാനല്ല, It is not to look here and there, ദൈവരാജ്യത്തെ ഉയർത്താനാ. but to exalt the kingdom of God. ദൈവരാജ്യത്തിന്റെ പ്ലാറ്റ്ഫോമാ സഭ എന്ന് പറയുന്നത്. And the church is the platform of God's kingdom. സഭ ദൈവരാജ്യത്തെ ഉയർത്തുമ്പോൾ And when the church exalts the kingdom of God, വചനം പറയുന്നു പാതാള ഗോപുരം തകരും. and the gates of the hell will be destroyed. യുകെയിലെ പാതാള ഗോപുരം തകരണോ? And if the gates of the hells in the UK should destroy, അനേക ഭക്തന്മാർ വില കൊടുത്ത മണ്ണാ ഇത്. and this is a place where several saints have given the price. ഇതിനകത്ത് ഏഴയായി എന്നെയും ദൈവം കൊണ്ടുവന്നല്ലോ. And I'm happy that the Lord brought me to this അവര് land. ജീവിച്ചു ജയിച്ച മണ്ണിനകത്ത് ദൈവം നമ്മളെയും കൊണ്ടുവന്നേക്കുന്നേ. And the Lord has brought each of you to the place where so many saints നിങ്ങൾക്കും have given their കായ്ക്കാൻ life. കഴിയും. നിങ്ങൾക്കും കായ്ക്കാൻ കഴിയും. And you also can bear fruit for the നിങ്ങൾക്കും Lord. ഫലമുള്ളവരാകാൻ കഴിയും. And you can become people those who bear fruits for നിങ്ങൾക്കും the Lord. ഉണരാൻ കഴിയും. And you can work for the ഈ Lord. ദേശത്തെ നിങ്ങളോട് ഉയർത്താനേ കർത്താവ് ആഗ്രഹിക്കുന്നത്. And the Lord is going to make you fruitful in this land. ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുന്നു, And let me tell you very clearly, ദൈവരാജ്യത്തെ നിങ്ങൾ ഉയർത്തുമ്പോൾ
when you exalt the kingdom of God. പാതാള ഗോപുരങ്ങൾ ഒന്നൊന്നായി താളടിയാകും. And the gates of the hell will be demolished. ഈ സുവിശേഷമായ യോഗം അതിനിടയാകട്ടെ. And let this meeting become a part of വചനം that. പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിപ്പീൻ. And first seek his kingdom. അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. And you will receive all these things. എല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. And do not expect to receive everything. നിങ്ങൾക്ക് വേണ്ടുന്നത് ദൈവത്തിന് അറിയാം. And the Lord knows what അത് you തക്ക need. സമയത്ത് തന്നെ ദൈവം നിങ്ങളെ മാനിക്കും. And he is going to honor you. 9 വർഷം കൊണ്ട് ദൈവം അഞ്ജലിയെ മാനിച്ചതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നേ. And I am standing here for the 9 years. എന്നോട് പലരും ചോദിക്കും, എങ്ങനെ UK വന്നെന്ന് ചോദിക്കും. And several people ask me, how did ഞാൻ you manage പറയും, to come to ഇതിനെല്ലാം UK? കാരണക്കാരൻ കർത്താവാ. And the reason why I am standing here is because ഈ of the Lord. കർത്താവ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നു. And the Lord has brought me this far. ഈ കർത്താവ് എനിക്ക് നല്ലവനാ. And this Lord is good to me. ഈ കർത്താവ് എനിക്ക് സകലരിലും മതിയായവനാ. And he is enough than anybody else in this ഈ world. കർത്താവിനെ മറന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. And I will not be able to do anything except from him. എനിക്ക് വേണ്ടുന്നത് ഇന്ന് വരെയും ആരോട് ചോദിച്ചു വാങ്ങാൻ ഇടയാക്കിയിട്ടില്ല. And whatever I need, I never go and beg anybody. അവന്റെ രാജ്യത്തിന് നീതിക്ക് വേണ്ടി ഓടിയപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തന്നു. When I began to run for his kingdom, he gave me everything that അങ്ങനെയെങ്കിൽ was necessary നിങ്ങൾക്കും for me. ദൈവം അത് തരും. And the Lord is going to continue to bless me. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord bless us through this verse. Amen. നന്ദി. ദൈവത്തിന് മഹത്വം. വളരെ അനുഗ്രഹീതമായ ചിന്തകൾ